ഇന്ന് ശ്രീരാമ ജന്മഭൂമിയുടെ ഭൂമി പൂജയാണ്. നമ്മുടെ നാടിനെ ഒരുപാട് വിഭജിച്ച, പരസ്പരം തർക്കങ്ങൾ ഉണ്ടാക്കിയ, കലാപങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയത്തിനാണ് സുപ്രീം കോടതി പരിസമാപ്തി എന്ന രീതിയിൽ, ഞാൻ ഒട്ടും പഞ്ചസാര പുരട്ടാതെ ഷുഗർ കോട്ട് ചെയ്യാതെ പറയുകയാണെങ്കിൽ, വളരെ ബോധപൂർവം ബാലൻസ്ഡ് ആയ ഒരു വെർഡിക്റ്റ്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്ന ഒരു വെർഡിക്റ്റ് സുപ്രീം കോടതി ഇന്ത്യക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാരെ ഉൾക്കൊള്ളിച്ചു. രണ്ടു ഭാഗത്തിനും ഏതെങ്കിലും രീതിയിൽ ഒരു ന്യായം കിട്ടുന്നു എന്ന് തോന്നലുണ്ടാക്കാനും, രണ്ടു ഭാഗത്തിനും അവരുടെ ആവശ്യങ്ങൾ കഴിയുന്നത്ര നിറവേറ്റാനും ഒക്കെയുള്ള ഒരു ജുഡീഷ്യൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് നമ്മുടെ സുപ്രീം കോടതി കാണിച്ചത്. 2.77 ഏക്കറിനെ കുറിച്ചാണ് തർക്കം ഉണ്ടായത്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് 5 ഏക്കർ സുപ്രീം കോടതി മറ്റൊരു സ്ഥലത്ത് അനുവദിക്കുകയും ചെയ്തു. ഇതിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് വിഷമമുണ്ട്. ആ വിധിയിൽ ചില മാനസികമായ വേദനകളുണ്ട്, അത് നൊമ്പരങ്ങളുണ്ട്, അത് മനസ്സിലാക്കുന്നു. ചരിത്രപരമായ പല കാരണങ്ങളും അതിനുണ്ട്, അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ ഇതല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ റിയാലിറ്റി എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എന്തെങ്കിലും ഈ വിഷയം ഒരു അവസാനത്തിലേക്ക് കൊണ്ടുവരണം. 100-150ഓളം വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്ന, നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്തൊരു വിഷയമാണ്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർന്നു വീഴുമ്പോൾ അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയുള്ള ദിവസമാണ്. മോസ്റ്റ് പെയിൻഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് രഥയാത്ര നയിച്ച ശ്രീ LK അദ്വാനി, പിന്നീട് ഉപപ്രധാനമന്ത്രിയൊക്കെ ആയി മാറി അദ്ദേഹം പറഞ്ഞത്. പിന്നീട് പ്രധാനമന്ത്രിയും ഒരുപക്ഷെ ഒരു ഗാന്ധിയൻ ലൈനൊക്കെ കൂടുതൽ എടുത്തിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി 2 തവണ ഈ വിഷയത്തിന് ക്ഷമ പറയുകയും സുപ്രീം കോടതിയിൽ കൊടുത്ത ഉറപ്പ് ലംഘിച്ച് ആ പള്ളി അവിടെ തകർന്നു വീണത് വേദനാജനകമാണ്, വിഷമകരമാണ്, വി ആർ സോറി ഫോർ ദാറ്റ് എന്ന് പറയുകയും ചെയ്തതാണ്. 2 പാർട്ടിക്കാരും, BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അടക്കം എല്ലാവരും ആദരിക്കുന്ന ശ്രീ പ്രണബ് കുമാർ മുഖർജി, ഭാരതരത്നയായ മുൻ രാഷ്ട്രപതിയായ അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അവിടെ ഒരു വിഷമവും വേദനയും ഉണ്ട്. എന്നാൽ അതോടൊപ്പം ശ്രീരാമന്റെ ഒരു ചരിത്രവും ഹിസ്റ്ററിയും അതിന്റെ ഒരു പുരാണവും എല്ലാം നമ്മുടെ മണ്ണിലുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ സ്പിരിച്വൽ ഫാദർ എന്നൊക്കെ പറഞ്ഞിരുന്ന മുഹമ്മദ് ഇക്ബാൽ, അദ്ദേഹം 1930കളുടെ അവസാനം മരിച്ചു. പക്ഷേ ജിന്നയോടൊപ്പം പാകിസ്ഥാന് ആത്മീയമായ ആശയം നൽകിയ വ്യക്തി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ശ്രീ മുഹമ്മദ് ഇക്ബാൽ പോലും അദ്ദേഹത്തിന്റെ ഫേമസ് 2 വരികൾ തന്നെയുണ്ട്. ഹേ റാം പേ ഹിന്ദോസിതാ को नास, हे राम पे हिंदोसिता को नास, आहिल ए नसर समझते हैं उसे इमाम ए हिंद. ഇന്ത്യയുടെ ഇമാം അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡർ ആയിട്ടാണ് ശ്രീരാമനെ കാണുന്നത്. ശ്രീരാമന് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരു വലിയ കൾച്ചറൽ പ്രസൻസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ ഇന്ത്യയും ഏറ്റവും അധികം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലും രാമായണം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് രാമായണത്തിന്റെ ആ ചരിത്രപരമായ ഗരിമയും പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ്. ആ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീരാമ ജന്മഭൂമിയിൽ അവിടെ ഒരു ക്ഷേത്രം വരികയും അതിന്റെ തറക്കല്ലിടുകയും ചെയ്യുന്നതാണ്. ഇതേപോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് ലഭിച്ച 5 ഏക്കർ തീർച്ചയായും അവരൊരു നല്ല ഗ്രാൻഡായ മുസ്ലിം പള്ളിയും അതോടൊപ്പം റിസർച്ച് സെന്ററും ആശുപത്രിയും ഒക്കെ സ്ഥാപിക്കുമെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതിനും എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ ഒരുമയിലും ഐക്യത്തിലും മതസൗഹാർദ്ദത്തിലും ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിലും വിശ്വസിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ എൻ്റെ പ്രതീക്ഷ, പ്രാർത്ഥന. ആ രീതിയിൽ ഒരു അവസാനത്തിലേക്ക് എത്തുകയാണ്. ശ്രീ ഇക്ബാൽ അൻസാരി ഇതിന്റെ ഏറ്റവും പഴയ ലിറ്റിഗന്റ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും പഴയ കോടതി കേസ് കൊടുത്ത ആളുടെ മകനാണ്. അദ്ദേഹമാണ് ആ കേസിന്റെ മുമ്പോട്ട് കൊണ്ടുപോയത്. അദ്ദേഹത്തിനാണ് ഇതിന്റെ ആദ്യ ബാച്ച് ഓഫ് ഇൻവിറ്റേഷൻസിൽ ഒന്ന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം അടക്കം വളരെ തിരഞ്ഞെടുക്കപ്പെട്ട 175ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. ചില മുസ്ലിം സഹോദരങ്ങൾ അടക്കം അതിലുണ്ട്. ഒരു ബാലൻസിൽ, ഒരു സന്തുലനത്തിലും സമവായത്തിലും സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും ഈ വിഷയം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് പേർ 2 ഭാഗത്തു നിന്നും പ്രകോപനപരമായ പ്രസ്താവനകളുമായിട്ട് വരും. ഓർക്കുക, 2 വിഭാഗത്തിലെയും തീവ്ര സ്വരക്കാർ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ഇരു വിഭാഗങ്ങളെയും പ്രകോപിപ്പിക്കാനും കൂടുതൽ പറയാനും വിഷയങ്ങൾ ആളിക്കത്താനും ശ്രമിക്കും. അല്ലെങ്കിൽ ആളിക്കത്താനും അവരുടെ ഭാഗത്തുനിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാകും. ഇത്തരം ശ്രമങ്ങളിൽ വീഴാതെ ഒരുമയോടെ ഐക്യത്തോടെ നിൽക്കണം. ചരിത്രത്തിൽ മറ്റൊരു സാധ്യതയില്ലാത്ത രീതിയിൽ ഇത് സോൾവ് ചെയ്യാൻ സുപ്രീം കോടതി ശ്രമിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ അയോധ്യയിലെ പള്ളി പൊളിച്ചത് ശരിയായില്ല എന്നും വിഗ്രഹങ്ങൾ അവിടെ 1940കളുടെ അവസാനം കൊണ്ടുവച്ച രീതി ശരിയായില്ല എന്നും ഒക്കെ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ എല്ലാവിധ പരിഗണനയും എടുത്ത് ഒരുപക്ഷെ സുപ്രീം കോടതി നിയമത്തിനതീതമായി സാമൂഹിക രാഷ്ട്രീയ എല്ലാ അവസ്ഥകളും കൂടി കണക്കിലെടുത്ത് അവസാനം ഒരു ബാലൻസ്ഡ് വെർഡിക്റ്റിലേക്ക് വന്നതാണ്. ഇതിലെല്ലാ ആൾക്കാരും പിന്തുണയ്ക്കണം. അങ്ങനെ ഒരു സമവായത്തിൽ ഇത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ നന്മകൾ നേരുന്നു. 10 ദിവസത്തിനകം നമ്മുടെ സ്വാതന്ത്ര്യദിനം കൂടിയാണ്. ആ അവസരത്തിൽ മഹാത്മാഗാന്ധിയെ, രാഷ്ട്രപിതാവിനെ ഓർത്ത് ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.